ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് ദിവ്യശ്രീ ഭൈരവൻ ശാന്തി സ്വാമികൾ. ഗുരുദേവൻ വർക്കലയ്ക്കടുത്ത് വക്കത്ത് സഞ്ചരിക്കുമ്പോഴാണ് ഭൈരവനെ കണ്ടുമുട്ടുന്നത്. ചെറിയ പ്രായം, പൊതുവെ അന്തർമുഖനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവായിരുന്നു. ഗുരുവിനെ കണ്ട മാത്രയിൽ ഗുരുവിനോടൊപ്പം കൂടുകയായിരുന്നു ഭൈരവൻ. ഗുരു അവിടെ നിന്നും അദ്ദേഹത്തെ അരുവിപ്പുറത്ത് കൊണ്ടുവന്നു. അരുവിപ്പുറം പ്രതിഷ്ഠാനന്തരം ഭൈരവൻ ശാന്തി സ്വാമികളെയാണ് ക്ഷേത്രവും മഠവും ഗുരു ഏൽപ്പിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഭൈരവൻ ശാന്തിയെ ഗുരു ഏൽപ്പിച്ചു. ശ്രീനാരായണ സമൂഹത്തിൻ്റെ തന്ത്രി എന്ന് പറയാവുന്നത് ഭൈരവൻ ശാന്തി സ്വാമികളെയാണ്. കാരണം ആദ്യമായിട്ട് ഗുരു പ്രതിഷ്ഠിച്ച അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂജാതി കാര്യങ്ങൾ, താന്ത്രിക കാര്യങ്ങളെല്ലാം ആദ്യം ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആദ്യത്തെ ഈ തന്ത്രിസ്ഥാനത്തിന് അർഹനായിട്ടുള്ളത്. പക്ഷേ പൊതുവെ ഭൈരവൻ ശാന്തി സ്വാമികളെക്കുറിച്ച് പറയത്തക്ക അറിവ് വൈദിക വൃത്തിയിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കുറവാണ്. പ്രത്യേകിച്ച് ശ്രീനാരായണ സമൂഹത്തിലെ വൈദികന്മാർക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള അറിവുള്ളൂ. എന്തായാലും ഗുരുവിനേക്കായും പ്രായം ഭൈരവൻ ശാന്തി സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. 1818 അദ്ദേഹത്തിൻ്റെ ജനനം. 1936 അദ്ദേഹം സമാധി പ്രാപിച്ചത്. അദ്ദേഹം വലിയ ഒരു സാധകനും സിദ്ധനുമായിരുന്നു. അങ്ങനെയുള്ള അപൂർവ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമ അദ്ദേഹത്തിൻ്റെ സമാധി ജയന്തി ഒന്നും തന്നെ പറയത്തക്ക രീതിയിൽ ആരും ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്ത് കണ്ടിട്ടില്ല. ഈ വരുന്ന ഡിസംബർ 13, അതായത് വൃശ്ചികത്തിലെ തൃക്കാർത്തികയ്ക്കാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചത്, അതായത് സമാധിയായത്. ഒരു സിദ്ധപുരുഷൻ, ആ സിദ്ധപുരുഷൻ്റെ സമാധി ദിനം വളരെ ഭംഗിയായി യതിപൂജയോടുകൂടി നമ്മൾ ആചരിക്കേണ്ടതാണ്. ദൗർഭാഗ്യമെന്ന് പറയാം, 88 വർഷം ആകുമ്പോഴും അത് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. അതിനൊരു പരിഹാരമായിട്ട് ഈ ഡിസംബർ 13 നമ്മൾ ഒരു യതിപൂജ അരുവിപ്പുറം മഠത്തിൽ, ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ദിവ്യമായ കർമ്മത്തിൽ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളത് ഓരോ ഗുരുഭക്തൻ്റെയും അനിവാര്യതയാണ്. ആ ദിവസം നമ്മൾ സന്യാസിമാരെ വിളിച്ചു വരുത്തി അവരെ പാദപൂജ ചെയ്ത് അവർക്ക് വേണ്ടുന്ന വസ്ത്രം, ദക്ഷിണ, അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം കൊടുത്ത് സദ്യയൊക്കെ കൊടുത്ത് അയക്കുന്ന ഒരു രീതിയാണത്. പൊതുവെ യതിപൂജ എന്ന് പറയുമ്പോൾ പലർക്കും അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അറിയില്ല. അതായത് ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സിദ്ധൻ, ഒരു ജ്ഞാനി
യോഗി ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് പിന്നെ ഇവിടെ ബന്ധുക്കളായിട്ട് ആരും തന്നെയില്ല. അവരെല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സന്യാസി സമൂഹം, മറ്റ് ആശ്രമങ്ങളിലെ സന്യാസിമാർ, അവരെല്ലാം ഈ ഭക്തന്മാർ വിളിച്ചുകൂട്ടി അവർക്ക് ആ പരബ്രഹ്മ സ്വരൂപമെന്നുള്ള സങ്കല്പത്തിൽ അവരുടെ പാദപൂജ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് സംതൃപ്തരാക്കി അയക്കുന്ന ഒരു രീതി ഭാരതത്തിൽ പണ്ടേ തുടങ്ങി അവലംബിച്ചു വരുന്ന ഒരു കാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ യതിപൂജയും നമ്മൾ കുറച്ച് വർഷം മുൻപ് ആ രീതിയിൽ വളരെ ഗംഭീരമായി ശിവഗിരി മഠത്തിൽ SNDP യോഗത്തിൻ്റെ സഹകരണത്തോടുകൂടി നടത്തുകയുണ്ടായി. അതേപോലെ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളായ ഭൈരവൻ ശാന്തി സ്വാമികളുടെയും യതിപൂജ ഭംഗിയായി നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. കൂടുതൽ വിവരങ്ങൾ അരിയുപ്പുറം മഠവുമായി ബന്ധപ്പെട്ടാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഏവർക്കും നമസ്കാരം.